ചുവപ്പിന്റെ കരുത്തും സമരയവനവുമായി നിറഞ്ഞു നിന്ന വിപ്ലവ സൂര്യൻ വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങി. 102 വയസ്സായിരുന്നു. വി.എസിന്റെ മരണത്തോടെ CPM-ന്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെയാളും ഓർമ്മയായി. സംസ്കാരം മറ്റന്നാൾ. നാളെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്. കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച CPM-ന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായ സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സഖാവിൻ്റെ നിര്യാണത്തിൽ പാർട്ടിയും കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുജനങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഇന്ന് രാത്രി പൊതുദർശനം അനുവദിക്കും. അതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അവിടുന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും. ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. സംസ്കാരം മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അറിയിച്ചു. AKG സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് രാവിലെ മൃതദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. പോരാട്ടത്തിന്റെ മറുപേരായ വി.എസ്. എന്നും സാധാരണക്കാരുടെ പ്രിയ സഖാവായിരുന്നു. ഉച്ചയ്ക്ക് 3:20 അന്ത്യം. കഴിഞ്ഞ 23-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി.എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വി.എസിന്റെ മരണത്തോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു തലമുറയാണ് അവസാനിക്കുന്നത്. ഒരു തവണ കേരള മുഖ്യമന്ത്രി, 3 തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു. 7 തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2011 വരെയുള്ള കാലത്താണ് കേരള മുഖ്യമന്ത്രി പദത്തിലിരുന്നത്. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം 2016 മുതൽ 2021 വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു.